ഇന്ന് വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേന്ന് ഞാൻ ആദ്യം എഡിറ്റ് ചെയ്യണോ അപ്ലോഡ് ചെയ്യണോ എന്നൊക്കെ ഞാനിത് ഒരുപാട് ചിന്തിച്ചിട്ടാണ് ചെയ്യണേ. കാരണം ഇത്രയും നാളായിട്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടും പാക്കുകൾ ഇട്ടിട്ടും എനിക്ക് ഇതേപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഒരുപാട് ഫേസ് പാക്കുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതേപോലെ എന്തുകൊണ്ടാണ് ഇതേപോലെ എനിക്ക് മുഖം പൊള്ളിയത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഇട്ട കണ്ടൻറ്റ് കൂടിയിട്ടാണോ, ഞാൻ പാക്ക് ഇട്ടിട്ട് കൂടുതൽ സമയം ഫേസിൽ വെച്ചതുകൊണ്ടാണോ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനിപ്പോൾ കാണിക്കുന്ന പാക്ക് ആരും ട്രൈ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പാക്ക് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി, വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആയി. കണ്ടോ, ഇതേപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാനതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ടാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഫേസിൽ എന്താ സംഭവിച്ചതെന്ന്, ആക്ച്വലി ഈ ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഇതല്ല കേട്ടോ എൻ്റെ ഫേസിൽ. അതെന്താ ഉണ്ടായതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ആക്ച്വലി ഇന്ന് കാണിക്കുന്ന ഈ ഫേസ് പാക്ക് അടിപൊളിയായിട്ടാണ് 25+ ഏജ് ഉള്ള എല്ലാവരും ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ മാസത്തിൽ 2 വട്ടോ നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഉണ്ടാകുന്ന ഈ തൂങ്ങലുണ്ടല്ലോ, സാഗിങ്, ഏജിങ്, ടാൻ ഒക്കെ പോകാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്ലീൻ ചെയ്ത ഫേസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഒരു മുട്ടയുടെ ഒരു ഹാഫ് പോർഷൻ, വൈറ്റിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാനതൊരു എന്താ പറയുക, ആ സംഭവം എൻ്റെ ഫേസിൽ ആ കളർ എങ്ങനെ വന്നതെന്നൊക്കെ അതൊക്കെ ആക്ച്വലി നടന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതെന്നല്ല. എങ്ങനെ ഉണ്ടായെന്നൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ, അതൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആക്ച്വലി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. നമുക്ക് സ്കിന്നൊക്കെ ഈ 25+ ഒക്കെ ആകുമ്പോൾ തൂങ്ങും, ഏജിങ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അതൊന്ന് പോയിട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള പാക്കാണ്. അതിന് വേണ്ടി ഞാനിവിടെ എത്തിക്കുന്നത് മുട്ടയുടെ വൈറ്റാണ്. മുട്ടയുടെ വൈറ്റ് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് കഫീൻ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ ഇതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഇച്ചിരി ഒരു 1/2 to 3/4 ടീസ്പൂണോളം കോഫി പൗഡർ എടുക്കുക. ഇച്ചിരി കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയായതുകൊണ്ട് മിക്സായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സ്പൂണൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ട് നന്നായിട്ടൊന്ന് വിരലുകൾ വെച്ചൊന്ന് ആക്കി കൊടുത്ത് നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടേ. ഞാനിപ്പം ഇരിക്കുന്നത് ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്, വഴി കൂടെ ആളുകൾ പോണ കാരണേ. അപ്പോൾ ഞാൻ നന്നായിട്ട് വിരൽ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്ത പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രീം കൺസിസ്റ്റൻസിയിലോട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ പാക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫേസിലൊരു പാടോ എന്താ പറയുക പൊള്ളലോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻട്രോയും ഈ വീഡിയോയും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. ഇൻട്രോയും ഈ പാക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഞാൻ ഫേസിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാക്ക് ഇടുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25+ ആയിട്ടുള്ളവർക്ക് നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് തൂങ്ങും, അല്ലെങ്കിൽ 13+ ഒക്കെ ആയിട്ടുള്ളവർക്ക് സ്കിന്ന് ഇച്ചിരി തൂങ്ങാൻ തുടങ്ങും. ആ തൂങ്ങലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ ഇച്ചിരി ടൈറ്റായിട്ട് എപ്പോഴും യങ് ആൻഡ് യൂത്ത് ആൻഡ് പവർഫുള്ളൊക്കെ ആയിട്ട് സ്കിന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം പറ്റുവാണെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക. നമുക്ക് മുട്ടയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കിട്ടാൻ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതാണ്. കോഫി പൗഡർ ആട്ടെ എപ്പോഴും കിട്ടുന്ന സംഭവമാണ്. നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കോഫി ആണെങ്കിൽ ഏത് കോഫി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് 2 സംഗതികൾ മാത്രം മതി, ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് 2 കൂടി ഇട്ടിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഡ്രൈ ആവണം. ഇത് ഇട്ടതിന് ശേഷം സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് ഞാൻ അകത്ത് പോയി, കാരണം റോട്ടിലൂടെ പോകുന്നവരൊന്നും കാണണ്ടെന്ന് വെച്ചിട്ടേ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻസൊക്കെ ഞാൻ വായിച്ചു. കമൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നമ്മൾ പാക്ക് ഡ്രൈ ആയിട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബെസ്റ്റ് കമൻറ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റ് ഇവിടെ താഴെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തേക്കാവേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായെന്നൊക്കെ തോന്നിയതിൽ ഒരുപാട് സന്തോഷമായിട്ടോ. ഒരുപാട് പേർക്ക് എന്താ പറയുക, അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ സാധിച്ചല്ലോ എന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ സ്കിന്ന് തൂങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ.
വർക്ക് ചെയ്യുന്ന നല്ല പാക്കാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഓടി പോയി വാഷ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. നമ്മുടെ മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് ടൈറ്റനായിട്ട് പിടിച്ചിരിക്കുകയായിരിക്കും, ഒരു മാഗ്നറ്റ് പിടിച്ചിരിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഒപ്പിയതിന് ശേഷം തുടച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ പാക്ക് ഇടുമ്പോൾ വലിയ താല്പര്യം തോന്നില്ല, കാരണം റിമൂവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മൾ ഒന്ന് വെള്ളം ഒപ്പി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം തുടക്കുകയാണെങ്കിൽ വേഗം പോകട്ടെ. എപ്പോഴും പാക്കുകളൊക്കെ ഇതുപോലെ തുടച്ചെടുക്കാൻ നല്ലത്. കഴുകുമ്പോൾ എപ്പോഴും ഭയങ്കര മെസ്സായിട്ടുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് ഫേസ് പാക്ക് തന്നെ ഇടുമ്പോൾ തന്നെ ദേഷ്യം വരും. അപ്പോൾ ഇതുപോലെയുള്ള പാഡ്, റിമൂവിങ് പാഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കുള്ള ഏതെങ്കിലും ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണിയോ ഈവൻ കർച്ചീഫ് ആയാലും മതി. ഈ തോർത്തെടുത്ത് ഇറക്കണ്ട കേട്ടോ. സാധാരണ നമ്മളുടെ തോർത്തുണ്ടല്ലോ കോട്ടൻ്റെ, അതെടുക്കണ്ട. അതാകുമ്പോൾ ഇച്ചിരി ഒരണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും വരുന്ന കമൻസിലെ ബെസ്റ്റ് കമൻറ്റായിട്ട് സെലക്ട് ചെയ്യുന്ന കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പ്രസിദ്ധ രാജേഷ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ കമൻറ്റ് ആയിരുന്നു കേട്ടോ ബെസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ആളുടെ കമൻറ്റ് ഓൾറെഡി ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തതാണ്. ജസ്റ്റ് ഒന്നും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിലും ബെസ്റ്റ് കമൻറ്റായിട്ട് സെലക്ട് ചെയ്യുന്ന കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനും തൊട്ട് മുന്നേ ഞാൻ ഉച്ചയ്ക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഇത്തിരി ഞാനൊന്ന് കിടന്നതാണ് കേട്ടോ. എൻ്റെ കുട്ടൂസ് പോകാൻ വന്നിട്ട്, കുട്ടൂസ് ഉണ്ടല്ലോ താഴെയുള്ള ഉണ്ണിയാണേ, അപ്പോൾ അവൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ, എൻ്റെ മുഖത്തെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോ കിറ്റ് ഉണ്ടല്ലോ, ഐബ്രോ കിറ്റിൻ്റെ ആ ബ്രൗൺ ഷെയ്ഡും 2-3 ഷെയ്ഡുണ്ട്, എല്ലാം കൂടെ വാരി പൊത്തിയതാണ് ആ മുഖം. അങ്ങനെ ഇതല്ലാണ്ട് ഞാൻ പാക്ക് ഇട്ടിട്ട് മുഖം പൊള്ളിയതോ സംഭവങ്ങളോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അടിപൊളി പാക്കാണ് കേട്ടോ. നിങ്ങൾ ആ ഫേസ് കണ്ടിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് മറ്റൊരു ദിവസം വരാവേ.